നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ വുൾഫ്സ് അഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ് മൊളിന്യോ. സോ ഈ മാച്ചിൻ്റെ പ്രിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ പ്രിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഐ റിക്വസ്റ്റ്, നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഓൾസോ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. ബുൾസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ വേർസ്റ്റ് പെർഫോമിംഗ് ടീംസ്. ഓപ്പണിംഗ് 14 ഗെയിംസിൽ തന്നെ അവർ നേടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 പോയിൻ്റാണ്. പിന്നെ കഴിഞ്ഞ 8 ഗെയിംസ് അടുപ്പിച്ച് അവർ തോറ്റു. അതിൻ്റെ അകത്ത് ലാസ്റ്റ് 5 ഗെയിംസിൽ അവർ ഒരു ഗോൾ പോലും സ്കോർ ചെയ്തിട്ടില്ല. പിന്നെ ഓവറോൾ 14 ഗെയിംസിൽ നിന്നും അവർ സ്കോർ ചെയ്തിരിക്കുന്നത് ആകെ 7 ഗോളുകളാണ്. സോ ഈ ഒരു ടീമിനെതിരായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത ഗെയിമിലേക്ക് പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ട് നമുക്കറിയാം, നമ്മൾ ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ 2 പ്രിവ്യൂയുടെ ടൈമിൽ പറഞ്ഞത്. അതും വേർസ്റ്റ് പെർഫോമിംഗ് ടീംസിനെതിരായിട്ടായിരുന്നു നമ്മളെ കഴിഞ്ഞ 2 പെർഫോമൻസ്. എവർട്ടൺ പിന്നെ വെസ്റ്റ് ഹാം. ഈ 2 ടീമിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 1 പോയിന്റ്. നേടേണ്ടിയിരുന്ന 6 പോയിന്റിൽ നമുക്ക് കിട്ടിയത് 1 പോയിന്റ് മാത്രമാണ്. അപ്പം വുൾസിൻ്റെ ആയിട്ടുള്ള ഗെയിമിൽ നമ്മൾ വരുമ്പോൾ ഒരു വിജയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് എന്തായി തീരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് വി നോ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതി കൂടെയാണ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വി ഡ്രോപ്പ് പോയിന്റ്സ് അഗെയിൻസ്റ്റ് ലോവർ ലെവൽ ടീംസ് ആൻഡ് വി ഗെയിൻ പോയിന്റ്സ് അഗെയിൻസ്റ്റ് ലൈക്ക് ഹൈ പെർഫോമിംഗ് ടീംസ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ 2 ഗെയിം വീക്കിൽ നടന്നതുപോലെ ഈ വീക്കിലും ടോപ്പ് ടീംസ് കുറച്ച് പേര് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആർസണൽ, ലിവർപൂൾ, ചെൽസി, ബോൺമൗത്ത്. എവർട്ടണുമായിട്ടുള്ള ഗെയിം വീക്കിലും ഇതാണ് ടോപ്പ് ടീംസ് തോൽവി അറിയുകയും സമനിലയൊക്കെ ആയിട്ട് നമുക്കൊരു ചാൻസ് തന്ന് ടേബിളിൽ മുകളിൽ എത്താനായിട്ട്, മേ ബി ലൈക്ക് 4th പൊസിഷൻ 5th പൊസിഷനിൽ എത്താനായിട്ട്. അത് നടന്നില്ല. പിന്നെ കഴിഞ്ഞ വീക്കിൽ വെസ്റ്റ് ഹാമായിട്ടുള്ള ഗെയിമിൻ്റെ അകത്ത് ഇതേ കണക്ക് ടോപ്പ് ടീംസ് തോൽവിയും സമനിലയൊക്കെ ആയിട്ട് നിന്ന സമയത്ത് വി കുഡ് ഹാവ് വൺ ദറ്റ് ഗെയിം ആൻഡ് വി കുഡ് ഹാവ് റീച്ച്ഡ് 4th പൊസിഷൻ. ടൈഡ് അപ്പ് 4th പൊസിഷനിൽ എത്താൻ എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. അത് നമ്മൾ എടുത്തിട്ടില്ല. സോ റൈറ്റ് നൗ വി ഹാവ് അനദർ ചാൻസ്. ഇത്രയും ടോപ്പ് ടീംസ് വീണ്ടും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വന്ന് എടുക്കുക, ഈ 3 പോയിന്റ്സ് വന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ബട്ട് ഐ എം നോട്ട് ഷുവർ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ ആ 3 പോയിന്റ്സ് സ്വന്തമാക്കുമോ എന്നോ അറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് ആർ ആർ എക്സ്പെക്റ്റേഷൻസ് ഫ്രം ദിസ് ഗെയിം? ഈ ഗെയിമിൽ നിന്നും എനിക്ക് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയാനായിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷ വെക്കാൻ പറ്റാത്തുള്ളൊരു രീതിയാണ്. നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ടീമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു വിജയം എന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് പ്രതീക്ഷിക്കാം. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് വി ഡോണ്ട് തിങ്ക് വി ക്യാൻ ഗെറ്റ് എ ഈസി വിൻ. ഈ സീസണിൽ തന്നെ ഈസി വിൻ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആകെ എനിക്ക് തോന്നുന്നു ബ്രൈറ്റനുമായിട്ട് മാത്രമാണ്. ബാക്കിയുള്ള ചില ഗെയിംസിനെ നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്തൊക്കെ പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു വിന്നൊന്നുമല്ല. മോശം പെർഫോമൻസിൻ്റെ അകത്ത് തട്ടിമുട്ടി വിജയിച്ച് പോയി എന്ന് വേണം പറയാനായിട്ട്. സോ ഈ ഒരു ഗെയിമിൽ നിന്നും ലൈക്ക് ഐ ഡു നോട്ട് ഹോപ്പ്, ഐ മീൻ അറ്റ്ലീസ്റ്റ് ഐ വിൽ ഹോപ്പ്, പക്ഷേ ഐ ഡു നോട്ട് എക്സ്പെക്റ്റ് ഒരു വിൻ എക്സ്പെക്റ്റ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ബട്ട് ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയാണ് ഈ ഗെയിം സമീപിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുമ്പോൾ വുൾഫ്സിന് ഈ സീസണിൽ ആദ്യത്തെ വിജയം നൽകാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഈ കഴിഞ്ഞ 5 കളിയിലും ഗോൾ സ്കോർ ചെയ്യാതിരിക്കുന്ന ടീമിന് ഒരു ഗോള് അല്ലെങ്കിൽ 2 ഗോള് സ്കോർ ചെയ്യാനായിട്ട് അവസരം കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ടീമാണ് യുണൈറ്റഡ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ ഗെയിം ഉള്ളത്. അപ്പം സോ വലിയ പ്രതീക്ഷ വെക്കുന്നില്ല. ബട്ട് ഐ എക്സ്പെക്ട് എ വിൻ, ബട്ട് നോ ഹോപ്പ്. നമ്മൾ എവർട്ടണും വെസ്റ്റ് ഹാമിനെതിരെയും പോയിന്റ്സ് ഓഫർ ചെയ്തതുപോലെ ഈ ഗെയിമിലും ചിലപ്പോൾ 1 പോയിന്റോ 3 പോയിന്റോ വുൾസിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ അതുകൊണ്ട് ലെറ്റ്സ് കൂടുതൽ പ്രഡിക്ഷൻസ് ആയിട്ടൊന്നും വെക്കുന്നൊന്നുമില്ല. ഒരു പ്രതീക്ഷ അധികം വെക്കാതെ ഒരു നോർമൽ ഒരു ഗെയിം കാണുന്നത് പോലെ തന്നെ കാണാം. ഈ കളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മത്യാസ് കുന്യ തൻ്റെ കഴിഞ്ഞ വർഷത്തെ ഹോം ഗ്രൗണ്ടായ മൊളിന്യോയിലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കുന്യ തൻ്റെ
പ്രീവിയസ് ക്ലബ്ബുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മത്യാസ് കുഞ്ഞ ഗെയിമിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. കഴിഞ്ഞ മിക്ക ഗെയിംസിലെല്ലാം നമ്മുടെ പ്ലേ കൂടുതൽ നടക്കുന്ന പറഞ്ഞാൽ റൈറ്റ് ഫ്ലാങ്കിലാണ്. എംബൂമോ, അമാദ്, ആ ഒരു കൂട്ടുകെട്ടിൻ്റെ രീതിയിലാണ് ആ സൈഡിൽ കൂടുതൽ ഗെയിം നടക്കുന്നത്. അപ്പം മത്യാസ് കുഞ്ഞയ്ക്ക് വലിയ രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് ഗെയിമിൽ സംഭവിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മത്യാസ് കുഞ്ഞയുടെ ഒരു ഗെയിം ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ആണെന്ന് പറഞ്ഞാൽ വെൻ ഹി ഹാസ് ദ ബോൾ അറ്റ് ഹിസ് ഫീറ്റ്. കഴിഞ്ഞ സീസണിലൊക്കെ ബുൾസിന് വേണ്ടി കളിക്കുമ്പോഴും അത് തന്നെയാണ്. ഹി ഓൾവേസ് എന്താ പറയുക, ഡിമാൻഡ്സ് ദ ബോൾ, എന്നിട്ട് അതുമായിട്ട് ഗെയിം ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സോ കുഞ്ഞിനെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്സ് നീഡ് ആക്ച്വലി. ബുൾസിൻ്റെ കാര്യം നോക്കിയിരുന്നാൽ അവരുടെ വൺ ഓഫ് ദ മെയിൻ പ്ലെയേഴ്സ് യാവോ ഗോമസ്, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോട്ടമിട്ടിരുന്ന പ്ലെയർ. സോ ഗോമസ് ഈ ഗെയിമിൽ സസ്പെൻഷൻ മൂലം കളിക്കാതിരിക്കുന്നു എന്നുള്ളത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്. അവരുടെ ടീമിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമേഴ്സ് ഫ്രം ലാസ്റ്റ് സീസൺ ഓൺവേർഡ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിൻ്റെ അഭാവം അവരെ വീണ്ടും എന്താ പറയുക മോശം പ്രകടനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ചാൻസാണ്. സോ വി നീഡ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് സിനാറിയോ. സോ ലെറ്റ്സ് ഗോ ടു ദി പ്രഡിക്റ്റഡ് 11 സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നോക്കാം. അപ്പം എൻ്റെ ഒരു പ്രഡിക്റ്റഡ് 11 എന്ന് പറയുമ്പം ലാമൻസ് വരുന്നു. എയ്ഡൻ ഹെവന് പകരം എനിക്ക് തോന്നുന്നു ആ പൊസിഷനിലേക്ക് ഡിലിറ്റ് തിരിച്ചു വരുന്നിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ലൂക്ക് ഷോ ആൻഡ് മസറാവി. സോ മസറാവി അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ലെനി യോറോനെ പരീക്ഷിക്കാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. സോ ഐ തിങ്ക് മേ ബി ലെനി യോറോനെ അവർ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാനായിട്ടുള്ളതായിരിക്കും സാധ്യത. ആൻഡ് ഡിയേഗോ ഡാലോ ആൻഡ് അമദ് ദിയാലോ ആയിരിക്കും രണ്ട് ഫ്ലാങ്സിലുണ്ടാവുക. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആൻഡ് ദെൻ കാസമീറോ. ഫ്രണ്ട് സെയിം തന്നെ ആയിരിക്കും തോന്നുന്നു, മൗണ്ടും സെർക്സി ആൻഡ് എംബൂമോ. സോ ഇതാണ് എൻ്റെ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ്. സോ വാട്ട് ഡു യു തിങ്ക്? നമ്മുടെ പ്രഡിക്റ്റഡ് ലൈനപ്പിലേക്ക് ആര് വരും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, വാട്ട് ആർ യുവർ പ്രഡിക്ഷൻസ്? ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വലിയ പ്രതീക്ഷ വെക്കാതെ ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഗെയിമാണിത്. ഐ എം നോട്ട് ഗിവിങ് എനി പ്രഡിക്ഷൻസ് ഹിയർ. സോ നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്താണ്? നമ്മൾ ജയിക്കുവോ, തോക്കുവോ, സമനില പിടിക്കുവോ, ആൻഡ് വാട്ട് വുഡ് ബി ദ സ്കോർ ലൈൻ? ഓക്കെ, അത് നിങ്ങൾ കമൻസിൽ എഴുതിയിടുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. So please subscribe to the channel and click on the like button for this video. Okay, so keep supporting. Thank you so much. Bye.